കഥാപ്രസംഗത്തിന് 100 വർഷം തികയുന്ന വേളയിൽ കരുനാഗപ്പള്ളിയിൽ കഥാപ്രസംഗമേള നടത്തുന്നു. കുമാരനാശാൻ സർഗഗായതിയുടെ നേതൃത്വത്തിൽ ടൗൺ ക്ലബ്ബിലാണ് പരിപാടി. 11 രാവിലെ 9 മുതലാണ് കഥാപ്രസംഗ ശതാബ്ദി ആഘോഷിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഥാപ്രസംഗത്തിന് 100 വർഷം തികയുന്നതിന്റെ ഭാഗമായി കുമാരനാശാൻ സർഗഗായതിയുടെ നേതൃത്വത്തിൽ കഥാപ്രസംഗ ശതാബ്ദി ആഘോഷവും കുമാരനാശാൻ സ്മൃതിയും സംഘടിപ്പിക്കുന്നു. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ ശനിയാഴ്ചയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കുമാരനാശാൻ സർഗഗായതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുരാണ കഥകൾ ആദ്യം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഖണ്ഡകാവ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുവെങ്കിൽ പിന്നീട് ചെറുകഥകളും നോവലുകളുമായി അത് പരിണമിക്കുകയും തുടർന്ന് ക്ലാസിക് നോവലുകൾ, വേൾഡ് ക്ലാസിക്കുകൾ കഥാപ്രസംഗത്തിന് വിഷയീഭവിക്കുകയും ഉത്സവപ്പറമ്പുകൾ ഒരു യൂണിവേഴ്സിറ്റിയായി മാറുകയും ചെയ്ത കാലഘട്ടം കേരളത്തിൽ ഉണ്ടായി. മാറ്റത്തിന്റെ കൊടുങ്കാറ്റെന്ന് പറയുന്നത് വേണം അതിനെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ. ജാതിക്കും മതത്തിനുമെതിരെ ചിന്തിക്കുവാൻ മറ്റും ഏത് കലാരൂപങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സാധിച്ചത് കഥാപ്രസംഗത്തിലൂടെ തന്നെയാണെന്നാണ് ഞാൻ തറപ്പിച്ച് പറയുന്നത്. കാരണം അത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ, ജനങ്ങളോട് നേരിട്ട് സംവദിക്കുകയും ജനങ്ങളോട് നേരിട്ട് ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമായി കഥാപ്രസംഗം വളരുകയും അതിനെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുകയും അത് അവരുടെ മസ്തിഷ്കത്തിൽ വളരെയധികം പ്രത്യേകതകൾ സൃഷ്ടിക്കുകയും നമുക്ക് മാറ്റത്തിന്റെ ഒരു ചിന്ത കേരളത്തിലാകമാനം ഉണ്ടാകുകയും അങ്ങനെ മാറ്റം ഉണ്ടാകുകയും ചെയ്ത കാലഘട്ടം. രാവിലെ 9 മുതൽ കഥാപ്രസംഗ മേള ആരംഭിക്കും. CN സ്നേഹലത, അനിതാ ചന്ദ്രൻ, തിരുമല വസന്തകുമാരി, കൊല്ലം കാർത്തിക, ദേവകിരൺ എന്നിവർ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കും. വൈകിട്ട് 4-ന് സാംസ്കാരിക സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ വസന്തകുമാർ സാംബശിവൻ മുഖ്യ പ്രഭാഷണം നടത്തും. CR മഹേഷ് MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഐലം ഉണ്ണികൃഷ്ണന്റെ കഥാപ്രസംഗം നടക്കും. വാർത്താസമ്മേളനത്തിൽ കാർത്തിക, തൊടിയൂർ വസന്തകുമാരി, നന്ദകുമാർ വള്ളിക്കാവ്, അനിൽ ചൂരക്കാടൻ, ഉമാസാന്ദ്ര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.